സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ സമരം ഇന്നിപ്പോൾ 12ാം ദിനത്തിലാണ്. ഒരു തവണ ആരോഗ്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ അവർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഭാഗികമായിട്ട് അംഗീകരിക്കാമെന്ന് പറഞ്ഞെങ്കിൽ പോലും പൂർണ്ണമായിട്ട് അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ആശാ വർക്കർമാരുള്ളത്. ഈ ഒരു വിഷയം പരിഹരിക്കാൻ ആരോഗ്യവകുപ്പ് എന്താണ് ചെയ്യുന്നത്? ഇതിലടക്കം ആരോഗ്യവകുപ്പിന്റെ നിലപാട് എന്താണ് വിശദീകരിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് മീഡിയയോടൊപ്പം ചേരുകയാണ്. മിനിസ്റ്ററെ, ഇപ്പോൾ 12ാം ദിനത്തിലാണ് ഈ സമരം. ഇത് നമുക്ക് അവസാനിപ്പിക്കേണ്ടതല്ലേ? എന്ത് ഇടപെടൽ നടത്താനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്? ആശമാരുടെ കാര്യത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും അവരുടെ വേതന വ്യവസ്ഥകളൊക്കെ സംബന്ധിച്ചും സർക്കാരിന് എന്നും അവർക്കൊപ്പമുള്ള നിലപാടാണുള്ളത്. അതുകൊണ്ടാണ് അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള നല്ല ഉദാഹരണമാണ് രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളും എടുത്തു നോക്കിയാൽ ആശമാർക്ക് സ്റ്റേറ്റ് കൊടുക്കുന്ന ഓണറേറിയത്തിൽ ഏറ്റവും കൂടുതൽ നൽകുന്ന സംസ്ഥാനം കേരളമാണ്. ഇനി തൊട്ടടുത്തുള്ള കർണാടകം 5000 രൂപയാണ് നൽകുന്നത്. ഉത്തർപ്രദേശാണെന്ന് തോന്നുന്നു 1500 രൂപയാണ് നൽകുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളുമായി നമ്മൾ താരതമ്യം ചെയ്താലും കേരളത്തിൻ്റെ സ്റ്റേറ്റ് ഓണറേറിയം അത് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ സ്റ്റേറ്റ് ഓണറേറിയം ഏറ്റവും കൂടുതൽ നൽകുന്നത് കേരളമാണ്. പക്ഷേ മിനിസ്റ്റർ, ഇക്കാര്യം അത് അംഗീകരിക്കാൻ ഈ ആശാ വർക്കർമാർ തയ്യാറാകുന്നില്ല. കാരണം അവർ ഞങ്ങൾക്ക് 7000 രൂപ മാത്രമാണ് കിട്ടുന്നത്, അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ പറയുന്നത് 21000 രൂപ ആക്കണമെന്ന്. സർക്കാർ പറയുന്ന കണക്കോ അല്ലെങ്കിൽ മന്ത്രി പറയുന്ന കണക്കോ എന്തുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങൾക്കത് അങ്ങനെയല്ല കിട്ടുന്നതെന്ന് പറയാനുള്ളൊരു സാഹചര്യം എന്താണ്? അല്ല, ആശമാർക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതായത് 7000 രൂപ മാത്രമല്ല കിട്ടുന്നത്, 7000 രൂപയും അതുകൂടാതെ ഇൻസെൻറ്റീവ് ഉണ്ട്. 2000 + 1000 3000 രൂപ. അതുകൂടാതെ ഓരോ പ്രവർത്തനങ്ങൾക്കുള്ള ഇൻസെൻറ്റീവ് ഉണ്ട്. അപ്പോൾ അവർക്ക് നിശ്ചയിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോൾ ഓരോ പ്രവർത്തനത്തിനുമുള്ള ഇൻസെൻറ്റീവ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പരമാവധി ഇപ്പോൾ സ്റ്റേറ്റിൽ 14000 രൂപ വാങ്ങിക്കുന്ന ആശമാരുണ്ട്. അതുകൂടാതെ 12500 വാങ്ങിക്കുന്ന ആശമാരുണ്ട്. എങ്ങനെ പോയാലും ഒരു 10000-ന് മുകളിൽ ആശമാർക്ക് അത് അവരുടെ പ്രവർത്തനങ്ങളെ കൂടി ആശ്രയിച്ചാണ്. ഇൻസെൻറ്റീവ് ആണ് പിന്നീടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. അപ്പം ഈ 10000-ന് മുകളിൽ ലഭിക്കുന്ന ആശമാർ ലഭിക്കേണ്ടതാണ്. അത് പ്രവർത്തനങ്ങൾ അനുസരിച്ച് അതിൻ്റെ തുക വ്യത്യസ്തപ്പെടുകയും ചെയ്യും. 14000 വരെ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിനകത്ത് ഇപ്പോൾ അവർ പറഞ്ഞ മറ്റു കാര്യം കൂടിയുണ്ട്. പല മാനദണ്ഡങ്ങൾ ഈ 10000 രൂപയെങ്കിലും കിട്ടണമെങ്കിൽ അതിനകത്ത് പലതരത്തിലുള്ള ക്രൈറ്റീരിയ ഉണ്ട്. ഇത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്നുള്ള ആവശ്യം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാനദണ്ഡം തെറ്റിയാൽ ഈ പറയുന്ന 10000 രൂപ പോലും കിട്ടില്ല, അങ്ങനൊരു ആശങ്ക അവർക്കുണ്ട്. അത് ന്യായമല്ലേ? അല്ല, ഇൻസെൻറ്റീവ് സംബന്ധിച്ച് മാനദണ്ഡം നിശ്ചയിച്ചത് സംസ്ഥാനമല്ല, കേന്ദ്രമാണ്. ഓണറേറിയം സംബന്ധിച്ച കാര്യത്തിൽ 2017 ഒരു ഉത്തരവുണ്ടായിരുന്നു. ഇപ്പം എന്നെ 6-ാം തീയതി ആശമാർ കാണാൻ വന്നിരുന്നു. അവർ സമരം നടത്തി ഇവരെ. അപ്പോൾ അന്ന് അവർ ഈ വിഷയം ഉന്നയിച്ചു. അതായത് ഈ കിട്ടുന്ന ഓണറേറിയത്തിൻ്റെ മാനദണ്ഡം നിശ്ചയിക്കുന്നു. 7000 രൂപ എന്ന് പറയുന്ന ഓണറേറിയം + 3000 രൂപ + പ്രവർത്തനങ്ങൾക്കുള്ള ഓരോ പ്രവർത്തനത്തിൽ ലഭിക്കും, അങ്ങനെയാണല്ലോ ലഭിക്കുന്നത്. ആ 7000 രൂപയിൽ, ആദ്യം പറഞ്ഞ 7000 രൂപയിൽ അവർക്ക് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിപ്പോഴല്ല, ഒരു 2017 ഉത്തരവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഉപയോഗിച്ച വാക്ക് പിന്നീട് എനിക്ക് ഇപ്പോൾ നമ്മുടെ സമരം ചെയ്യുന്ന ആശമാർ അവരെൻ്റെ അടുത്ത് വന്നു. ഞാൻ ചർച്ച ചെയ്തു, 1.5 മണിക്കൂർ ചർച്ച ചെയ്തു. അവരോട് ഞാൻ പറഞ്ഞു, അതായത് അതിൽ ഞാൻ പറഞ്ഞ വാക്യത മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം എടുക്കണം എന്നാണ് ഗവൺമെൻറ് നിലപാട്. അതുകൊണ്ട് ആ ഉത്തരവ് പിൻവലിക്കണം, അത് പിൻവലിക്കും. 7-ാം തീയതി തന്നെ SMD ഒരു പ്രൊസീഡിങ്സ് ഇറക്കി, ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചു. അല്ല, അതാണോ ഇപ്പോൾ ഉപാധികളില്ലാതെ ഓണറേറിയം നൽകുമെന്നുള്ള കാര്യം? അതാണോ? അതെ അതെ, ഉപാധികളില്ലാതെ ഓണറേറിയം നൽകുന്നതിന് ആ ടെക്നിക്കൽ കമ്മിറ്റി ശുപാർശ ചെയ്ത് ഗവൺമെൻറ് അംഗീകരിച്ചു. അപ്പോൾ അത് ഈ ആശമാർ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയത്. ടെക്നിക്കൽ കമ്മിറ്റി അങ്ങനെയാണ് രൂപീകരിച്ചിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതുകൂടാതെ ഈ കാലഘട്ടത്തിൽ നമ്മൾ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ, ഈ ഇൻഷുറൻസ് പരിരക്ഷ, പല ആശമാർക്കും ഇൻഷുറൻസ് പരിരക്ഷയില്ലായിരുന്നു. അപ്പോൾ സംസ്ഥാനത്ത് നമ്മുടെ ജോലി ചെയ്യുന്ന ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത ആശമാർക്ക് സംസ്ഥാനത്തിൻ്റെ കാസ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് അത് 5 ലക്ഷം രൂപ കുടുംബത്തിന് നൽകുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഹോസ്പിറ്റലൈസേഷനിൽ, ഹോസ്പിറ്റൽ വാസം, ചികിത്സ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആവശ്യമായിട്ട് വരുന്ന തുക നമ്മുടെ ഈ കാസ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് നൽകുന്നതിന് തീരുമാനിച്ചു. അത് നമ്മൾ 2 വർഷം മുൻപേ അതിന് നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആശമാരെ അതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തി. അപ്പോഴും നമ്മൾ കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു, അവർ ബജറ്റിലൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും നിങ്ങൾ അധികം തുക നൽകുമോ? ഒരു തുകയും നമുക്ക് നൽകിയിട്ടില്ല. പക്ഷേ ഒരു കുടുംബത്തിന്, ആ ആശമാരുടെ കുടുംബത്തിന് ചികിത്സ ആവശ്യമായിട്ട് വന്നാൽ നിലവിലുള്ള നമ്മൾ കാസ്പ് ഉണ്ടല്ലോ, അതനുസരിച്ചിട്ട് 5 ലക്ഷം രൂപ വരെ പരമാവധി ഒരു വർഷം അവർക്ക് ലഭിക്കും. ഇതിപ്പോൾ ഈ സമരം 12ാം ദിനത്തിലേക്ക് എത്തുമ്പോൾ ഇവർക്ക് പിന്തുണയുമായിട്ട് ഒരുപാട് പേർ രംഗത്ത് വരുന്നുണ്ട്. ഇപ്പോൾ സാംസ്കാരിക രംഗത്തുള്ള ആളുകൾ പോലും, ഇപ്പോൾ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തുള്ള ആളുകൾ ഒരു പ്രസ്താവന പോലും ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആശമാരുടെ സമരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം, അത് മനസാക്ഷിയുള്ളവർ കണ്ടു നിൽക്കാൻ കഴിയുന്നതല്ല എന്നുള്ള ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഇപ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കം ഈ സമരം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകരുത്, ഇത് അവസാനിപ്പിക്കണം എന്നുള്ള ഒരു കാര്യം പോലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? നമുക്ക് സമരം പെട്ടെന്ന് അവസാനിക്കണം എന്നുള്ളത് തന്നെയാണല്ലോ. അത് സർക്കാരിൻ്റെ, ഞാൻ ആശമാരോടന്ന് പറഞ്ഞിരുന്നു, നിങ്ങൾ സമരം അവസാനിപ്പിക്കണം.
ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ UDF ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും അവസാനം 2016 1000 രൂപയാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷമാണ് അത് 7 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചു. ഓണറേറിയത്തിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. 7 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ച് 7000 രൂപ നൽകുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് ആശമാരെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച ആശമാർ, എനിക്ക് എല്ലാ ആശമാരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് പേരുമായിട്ട് ആത്മബന്ധമുള്ള ആശമാരുണ്ട്. അവരെൻ്റെ അടുത്ത് ഇടപെടുന്നതും അതുപോലെ തന്നെയാണ്.